യു.പിയിലെ വലിയ പരാജയം ബി.ജെ.പിയെ മാറ്റി ചിന്തിപ്പിക്കുകയാണ്. ഹിന്ദുക്കൾ മാത്രം മതിയെന്ന ഇതുവരെയുള്ള കാഴ്ചപ്പാട് മാറ്റിയേ മതിയാകുമെന്നും മുസ്ലിങ്ങളെ കൂടി സ്നേഹിച്ചു തുടങ്ങിയില്ലെങ്കിൽ പണി കിട്ടുമെന്നും മനസ്സിലാക്കി തന്നെയാണ് ബി.ജെ.പി കളം മാറ്റി കളിക്കാൻ ഒരുങ്ങിയത്. അതായത് യു.പി സംസ്ഥാനത്ത് മൊറാദാബാദ് ജില്ലയിലെ കുന്ദർക്കി നിയമസഭാ സീറ്റിലേക്ക് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ ബി.ജെ.പി പരക്കം പായുകയാണ്. നമുക്കറിയാം, 2019 മുഖ്താർ അബ്ബാസ് നഖ്വിക്ക് ലോക്സഭാ ടിക്കറ്റ് നൽകിയതിനു ശേഷം യു.പി തെരഞ്ഞെടുപ്പിൽ ഒന്നിലും കാവി പാർട്ടിക്ക് സീറ്റ് നൽകിയിട്ടില്ല. എന്നാൽ ഇത് മുസ്ലിം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തന്നെ ബി.ജെ.പി ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ ഒഴിവ് വന്ന 10 സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് മുസ്ലിം സ്ഥാനാർത്ഥിയെ തേടുന്നത്. ഇന്ത്യ പക്ഷം ശക്തി തെളിയിക്കുകയും ബി.ജെ.പിയുടെ അടിത്തറ ഇളക്കുമെന്നും ഉറപ്പിച്ചതോടെയാണ് മുസ്ലിങ്ങൾ കൂടുതലുള്ള കുന്ദരക്കി മണ്ഡലത്തിൽ സീറ്റ് മുസ്ലിങ്ങൾക്ക് വിട്ടു നൽകാൻ ബി.ജെ.പി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 10-ൽ ഈ ഒരു സീറ്റിൽ മുസ്ലിം സ്ഥാനാർത്ഥി തന്നെ വേണമെന്നത് ബി.ജെ.പി നിർബന്ധം പിടിക്കുകയാണ്. ഒരു പ്രമുഖ മുസ്ലിം മുഖമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ സീറ്റ് മാറ്റിവെച്ചിരിക്കുന്നതെന്നും ബി.ജെ.പി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അന്തിമ തീരുമാനത്തിന് മുൻപ് സംസ്ഥാന നേതൃത്വം എല്ലാ വശങ്ങളും പരിഗണിക്കുകയാണ്. കുന്ദർക്കി മണ്ഡലത്തിൽ നിന്നും എം.എൽ.എ ആയിരുന്ന സമാജ്വാദി പാർട്ടി നേതാവ് സിയാഉർ റഹ്മാൻ സാമ്പൽ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാ എം.പി ആയതോടുകൂടിയാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. ഈ രാജ്യം മുഴുവൻ ഹിന്ദുത്വം കൊണ്ട് കളിച്ച നരേന്ദ്രമോദിയും ബി.ജെ.പിയും അത് തന്നെയാണ് പരാജയ കാരണമെന്നും ഇന്ത്യ ഒരു മതത്തിൻ്റെയും രാജ്യമല്ല, അത് മതേതര രാജ്യമാണെന്നും ഈ തെരഞ്ഞെടുപ്പോടെ മനസ്സിലാക്കിയതോടുകൂടിയാണ് യു.പിയിലും മുസ്ലിം നേതാവിനെ തേടിയിറങ്ങിയത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയാണ്. ഹിന്ദുത്വമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൻ്റെയോ പേരിൽ ഈ രാജ്യം ഭരിക്കണ്ട എന്നും മനുഷ്യരായി ജനാധിപത്യത്തിൽ പാർട്ടികൾക്ക് വേണ്ടി മത്സരിക്കണം എന്നാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞതോടെയാണ് യു.പിയിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ ബി.ജെ.പി നിർബന്ധിതരാകുന്നത്. നമുക്കറിയാം, 90കളിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതും വാജ്പേയിയുടെ കാലഘട്ടത്തിൽ, രാംപൂരിൽ നിന്ന് മുഖ്താർ അബ്ബാസ് നഖ്വിയും ബീഹാറിലെ കിഷൻഗഞ്ചിൽ നിന്ന് ഷാനവാസ് ഹുസൈനുമെല്ലാം സീറ്റ് നൽകി വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിലും മോദി വന്നതോടെ മുസ്ലിം വിരുദ്ധ പാർട്ടിയായി ബി.ജെ.പിയെ മാറ്റുകയായിരുന്നു. ഒരു പക തീർക്കുന്നത് പോലെ ആ വ്യത്യാസം ഈ രാജ്യത്ത് കണ്ടുവെങ്കിലും ഇപ്പോൾ കിട്ടിയ തിരിച്ചടിയിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ തേടിപ്പോകേണ്ടുന്ന ഒരവസ്ഥയിലാണ് ബി.ജെ.പി നേതൃത്വം. ഏതായാലും ഒരു രാഷ്ട്രീയ പാർട്ടിയും മതത്തിന്റെ പേരിൽ ഉയരാൻ പാടില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ അഭിപ്രായം മാത്രമല്ല, അത് ഈ രാജ്യത്തിന്റെ അഭിപ്രായമായി മാറുകയാണ്. അതിനൊപ്പം ചുവടുമാറ്റാനാണ് ബി.ജെ.പിയുടെ ഈ നെട്ടോട്ടം.